അമേരിക്കയും വിയറ്റ്നാമും വ്യാപാര ഡീലിലെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. S&P 0.47ഉം നാസ്ഡാക്ക് 0.94% ഉയർന്നപ്പോൾ ഡോ ജോൺസ് 0.02% ഇടിഞ്ഞ് മാർജിനലി നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. കൂടാതെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്കോണമിക് ഡേറ്റയായ അമേരിക്കയുടെ പ്രൈവറ്റ് പേറോൾ ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ജോബ് മാർക്കറ്റിൽ 33,000 ജോബുകളുടെ ഇടിവാണ് വന്നത്. അമേരിക്കൻ മാർക്കറ്റ് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. അതേസമയം കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 25,500 എന്ന പ്രധാന സപ്പോർട്ട് നഷ്ടപ്പെടുത്തി 25,450 ക്ലോസിംഗ് നൽകിയിരുന്നു. അതുകൊണ്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു ഷോർട്ട് ടൈമിലേക്ക് ചെറിയ രീതിയിലുള്ളൊരു ബിയറിഷ് ട്രെൻഡോ അല്ലെങ്കിൽ 25,200നും 25,700നും ഇടയിൽ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് നടത്താനോ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഇവിടെ 25,700 എന്ന ലെവലിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും പോസിറ്റീവ് ട്രെൻഡിലേക്ക് വരികയും 26,000 എന്ന ലെവലിലേക്ക് ഉയരാനും സാധ്യതയുണ്ട്. 25,200 വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ടായും പ്രവർത്തിക്കും. ഇന്ത്യ വിക്സ് 0.6% കൂൾ ഓഫായി 12 എന്ന ലെവലിലേക്ക് എത്തിയത് മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലറായി മാറി 1,562 കോടി രൂപയുടെ സെല്ലിംഗാണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3,037 കോടി രൂപയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് നൈക്ക എന്ന കമ്പനിയിൽ ബംഗ ഫാമിലി 2.1% സ്റ്റേക്കുകൾ ഡിസ്കൗണ്ട് പ്രൈസിൽ, അതായത് 5% ഡിസ്കൗണ്ട് പ്രൈസിൽ ഓഫ്ലോഡ് ചെയ്യുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നൈക്ക എന്ന സ്റ്റോക്കിൽ ഇന്നൊരു ഇടിവ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നൈക്ക എന്ന സ്റ്റോക്ക് 5% ഡിസ്കൗണ്ടോടു കൂടിയായിരിക്കും ചിലപ്പോൾ പ്രവർത്തനം ആരംഭിക്കുക. വിവിധ കമ്പനികൾ അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ റീറ്റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളെ ഇന്ന് ഫോക്കസ് ചെയ്യാവുന്നതാണ്. V2 റീറ്റെയിലിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂ 51% വർദ്ധിച്ച് 415 കോടിയിൽ നിന്നും 628 കോടിയിലേക്ക് എത്തി. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 5% വർദ്ധിക്കുകയും കമ്പനി 28 പുതിയ സ്റ്റോറുകൾ ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 216 ഉയർത്തുകയും ചെയ്തു. ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 37% വർദ്ധിച്ച് 275 കോടിയിൽ നിന്നും 377 കോടിയിലേക്ക് എത്തി. സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ 5% വളർച്ചയുണ്ടായി. 22 പുതിയ സ്റ്റോറുകളാണ് ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്ന കമ്പനി ഓപ്പൺ ചെയ്തത്. ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം 664 എത്തി. അവന്യൂ സൂപ്പർ മാർട്ട് 16% സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് റെക്കോർഡ് ചെയ്യുകയും സ്റ്റാൻഡ് അലോൺ റവന്യൂ 15,932 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. 424 സ്റ്റോറുകളാണ് കമ്പനി ഇതുവരെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. PSU ബാങ്കിംഗ് സെക്ടറിലെ പഞ്ചാബ് നാഷണൽ ബാങ്കും ഇന്ത്യൻ ബാങ്കും അവരുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഗ്ലോബൽ ഡെപ്പോസിറ്റ് 12.8% വർദ്ധിച്ച് 15.9 ലക്ഷം കോടിയായി മാറി. ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് 12.2% വർദ്ധിച്ച് 15.4 ലക്ഷം കോടിയായി മാറി. ഗ്ലോബൽ അഡ്വാൻസ് 9.9% വർദ്ധിച്ച് 11.3 ലക്ഷവും ഗ്ലോബൽ ബിസിനസ് 11.6% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഇന്ത്യൻ ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ഡെപ്പോസിറ്റ് 9% വർദ്ധിച്ച് 7.4 ലക്ഷം കോടിയായി മാറി. ഗ്രോസ് അഡ്വാൻസ് 11% വർദ്ധിച്ച് 6 ലക്ഷം കോടിയായി മാറി. ടോട്ടൽ ബിസിനസ് 10.2% വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന കമ്പനിയുടെയും പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ 1% വർദ്ധിച്ച് 265 കിലോ ടണ്ണായി മാറി. റിഫൈൻഡ് സിങ്ക് പ്രൊഡക്ഷൻ 4% ഇടിഞ്ഞ് 202 കിലോ ടണ്ണും സിൽവർ പ്രൊഡക്ഷൻ 11% ഇടിഞ്ഞ് 149 കിലോ ടണ്ണും വിൻഡ് പവർ ജനറേഷൻ 34% ഉയർന്ന് 134 മില്യൺ യൂണിറ്റുമായി മാറിയിട്ടുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 15% വളർച്ച കൈവരിച്ച് 1.2 ലക്ഷം കോടിയായി ഉയരുകയും കളക്ഷൻ എഫിഷ്യൻസി 95% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഇന്ന് കോറമണ്ഡൽ ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. NSCL ഇൻഡസ്ട്രീസിൻ്റെ 53% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്നും കോറമണ്ഡൽ ഇൻ്റർനാഷണൽ എന്ന കമ്പനിക്ക് അപ്രൂവൽ ലഭിച്ചു. ബ്രസീൽ ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി 6.5% നിന്നും 2.9% കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ AIA എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. കൂടാതെ എസ്കോട്ട് ക്യൂബോട്ട എന്ന കമ്പനി ക്യാരി ക്രെയിൻ
ഹൈഡ്ര 12 എന്ന പേരിൽ കാരിക്രെയിൻ ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ എസ്കോട്ട് ക്യൂബോട്ടോ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കൂടാതെ ഗുജറാത്തിലെ സാനന്ദ് മാനുഫാക്ചറിംഗ് പ്ലാന്റിൽ 105 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പുതിയ മാഗി പ്രൊഡക്ഷൻ ലൈൻ നിർമ്മിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ നെസ്ലെ ഇന്ത്യ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്